ഞാനൊരു അരമണിക്കൂർ മുൻപ് ഒരു വീഡിയോ കണ്ടു. വീഡിയോ പറയുന്നതല്ല, ഇദ്ദേഹത്തിന്റെതാണ്. നമസ്കാരം, ശ്രീചെറായി ആണ്. ശ്രീചെറായി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേര്. അപ്പോ ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് പറയാണ് ഞാൻ ശ്രീചെറായി ആണെന്ന്. അപ്പോ നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണെന്നറിയോ? മലമായി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ മലമായി കുറച്ച് നേരങ്ങൾക്ക് മുൻപ് ഇട്ടൊരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ചെറായിയുടെ തലക്കകത്ത് എന്തോ ഓളമുണ്ട്. അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ചെറായി ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത്. എമ്പുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഗുജറാത്ത് കലാപത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ആ സിനിമയിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ സൈബർ ബുള്ളിംഗ് ആണ്. ഈ സംഘികൾ എല്ലാവരും കൂടിയിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. അപ്പൊ നമ്മുടെ ചെറായും ഈ ഒരു സിനിമയെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. അതായിരുന്നു ഞാൻ കുറച്ച് മുൻപ് കണ്ടത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ചെറായിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് കാണാം. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയത് കൊണ്ട് രണ്ട് തരത്തിലുള്ള ആളുകൾക്കാണ് ഗുണമുണ്ടാകണം. എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു തരത്തിലുള്ള ആളുകൾക്ക് ഉപദ്രവമല്ല ഉള്ളത്. അവർ ചെയ്ത രണ്ടിത്തരം ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ പൃഥ്വിരാജിനും ടീമിനും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെയുള്ള സംഘികൾക്ക് എത്രമാത്രം വർഗീയത ഉണ്ട്, അവരെന്തൊക്കെ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉപകാരമില്ലാത്ത ആളുകൾ സംഘികളാണ്. പിന്നെ ഒരു ഗുണമുള്ളത് സത്യം പറഞ്ഞ സംഘപരിവാറുകാർക്കാണ്. അല്ല ചെറായി, പറഞ്ഞത് തെറ്റിപ്പോയതൊന്നല്ലോ. എന്ത് ഗുണമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കൊണ്ട് ഈ സംഘപരിവാരം ഉണ്ടാവുന്നത്? ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം ഈ സംഘപരിവാരങ്ങൾ ചെയ്ത തെണ്ടിത്തരങ്ങളെ കുറിച്ചിട്ടാണ് അവർ സിനിമയെ കാണിച്ചത്. അപ്പോൾ സംഘപരിവാരം ചെയ്ത തെണ്ടിത്തരം കണ്ടുകൊണ്ട് ഇവിടെയുള്ള ബുദ്ധിയുള്ള മലയാളികൾ സംഘപരിവാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടിയിലോട്ട് പോകുമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും ഇതേപോലുള്ള സംഘികൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ചെറായി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപത്തെ കുറിച്ച് മലയാളികളോട് ഓർമ്മിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉപകാരം സംഘപരിവാരന് കിട്ടുമെന്നാണ് ചെറായി പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് ജനങ്ങളുടെ മനസ്സിൽ വർഗീയത വരുമെന്നാണ് ചെറായി ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴാണ് സംഘപരിവാറുകാരെയും നരേന്ദ്രമോദിനെയും BJP-ക്കാരെയൊക്കെ ഗുജറാത്തും ശൂലവും ഒക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അതിന്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ BJP-ക്കാർക്കും സംഘപരിവാറിനും തന്നെയാണ്. അപ്പൊ നമ്മുടെ ചെറായിയോട് എനിക്ക് പറയാനുള്ളത്, ചെറായി മലയാളികളുടെ മനസ്സിൽ വർഗീയത ഇല്ലാത്ത ആളുകളാണ്. അവരുടെ മനസ്സിൽ ഇതേപോലുള്ള ഒരു സിനിമ കണ്ടിട്ട് വർഗീയത വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീയൊന്നും ഇവിടെ ജനിക്കേണ്ട ആളല്ല, നീയൊക്കെ വല്ല UP-യിലൊക്കെ ജനിക്കേണ്ട ആളായിരുന്നു. UP-യിലൊക്കെ ജനിച്ചിട്ട് ഇതേപോലുള്ള വാക്കുകളൊക്കെ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അത് വിശ്വസിച്ചേനെ. കാരണം കലാപം കണ്ടു കഴിഞ്ഞാൽ സംഘപരിവാരം എന്ന് പറയുന്ന പാർട്ടി വളരുമെന്ന് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിശ്വസിച്ചേനെ. പക്ഷെ ഇത് സ്ഥലം മാറ്റമുണ്ട്, ഇത് കേരളമാണ്, ബുദ്ധിയുള്ള മലയാളികളാണ്. അവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവർ വിശ്വസിക്കൂല. അതുകൊണ്ട് തന്നെ ഗോദ്ര കലാപത്തെ കുറിച്ചും ഗോദ്ര ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ തന്നെ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗുജറാത്ത് കലാപം എങ്ങനെയാണ് നടന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് വെറുതെ ബോറാക്കുന്നില്ല. പക്ഷെ അവിടെ നടന്നൊരു സംഭവം ഇന്നും എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും, എല്ലാ മലയാളികളുടെ മനസ്സിലുണ്ടാവും. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ ശൂലം കുത്തിക്കേറ്റ് കുഞ്ഞിനെ പുറത്തെടുത്ത ടീമാണ് ഈ സംഘപരിവാരിലുള്ള അവിടെയുള്ള സംഘികൾ. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു സംഭവമാണ്. അതേപോലെയൊക്കെ ഇവിടെ സംഭവിക്കാതെ നിൽക്കണമെങ്കിൽ ഇതേപോലെയുള്ള ചാണകങ്ങളെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അതേപോലെയൊക്കെ നടക്കും. ചാണകങ്ങളെ അടുപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. മോഹൻലാലിന്റെ സിനിമ ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, സിനിമക്ക് പോകാത്ത ആൾക്കാർ വരെ സംഘപരിവാറിനെതിരെ എന്ന് പറയാൻ നേരത്ത് സിനിമ കാണാൻ വേണ്ടി പോകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഒരു സിനിമ സംഘപരിവാറിനെതിരാണെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ ആ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു. എന്താണ് സംഭവം? ഇവിടെയുള്ള സംഘികളോട് അത്രയും വിരോധമുണ്ടായതിനെ കൊണ്ടല്ലേ? അങ്ങനെയുള്ള വിരോധം ജനങ്ങളുടെ മനസ്സിൽ വരാനുള്ള കാരണം എന്താ? നിങ്ങൾ ചെയ്ത തെണ്ടിത്തരങ്ങൾ കൊണ്ടാണ്. പിന്നുള്ള ഗുണമുള്ള സത്യം പറഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപവും ഈ ശൂലവും ഭ്രൂണവും ഒക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനേക്ക് ഈ നുണ പറഞ്ഞ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ വളർത്തിയെടുത്ത ആളുകൾ. അപ്പൊ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പണ്ടാരോ ഇവിടെയുള്ള ആളുകളോട് നുണ പറഞ്ഞു കൊടുത്തതാണ്. ശൂലമൊക്കെ നുണയാണ്, അങ്ങനെയാണ് ഇവരെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത്. ശൂലെല്ലാം നുണയാണ്. ശൂലം കൊണ്ട് സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടിയെ ഒന്നും പുറത്തെടുത്തിട്ടില്ല, അതെല്ലാം നുണയാണ്. അതൊക്കെ ഇവിടെയുള്ള സംഘപരിവാര വിരോധികൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാണ് നമ്മുടെ മലമായി പറഞ്ഞുകൊണ്ടുവരുന്നത്. മലമായി ഈ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത് മലയാളികളാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ? വിവരക്കേട് ഇങ്ങനെ തുപ്പുമ്പോ അത് കേൾക്കുന്ന ആളുകൾ വിവരമുള്ള ആളുകളാണെന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ ചെറായി? അല്ലേ? ശൂലം നുണയാണ് പോലെ അത് വീണ്ടും വളരാനായിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ഇതിനെപ്പറ്റി ആളുകൾ പഠിക്കും, സത്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കും. ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെ ഭാഗത്താ തെറ്റ് എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടാവുക? വേറെ ആർക്ക്? നമ്മുടെ സംഘിക്കൂട്ടങ്ങൾക്കാണ് ഉപകാരം ഉണ്ടാവുക. അപ്പൊ ആരാണ് അതിന്റെ കാരണക്കാർ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുജറാത്ത് കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഇന്നത്തെ തലമുറ വരെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ സംഘപരിവാരങ്ങളുടെ പേജിലൊന്നും പോയിട്ട് എത്തിപ്പെട്ടേക്കല്ലേ?
അവിടെ അവർക്ക് തോന്നിയതാണ് ഇത് വെച്ചിട്ടുള്ളത്. യഥാർത്ഥ സംഭവം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അപ്പൊ ജനങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. വിമർശിക്കുന്ന സമയത്ത് അത് സൈബർ ആക്രമണം എന്ന പേരിൽ വലിയൊരു പദമൊക്കെ ചേർത്തുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. സൈബർ ആക്രമണം എന്ന് തന്നെ പറയും. കാരണം വേറെ ഒന്നല്ല, ഇവിടെയുള്ള കുറച്ച് സംഘിക്കൂട്ടങ്ങൾ ആ സിനിമയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടായില്ല. കാരണം ഇവര് ചെയ്ത തെണ്ടിത്തരമാണ് ആ സിനിമയിലൂടെ കാണിച്ചത്. അപ്പോൾ അതിന് എതിരെ ഇവിടെയുള്ള കുറച്ച് ഇതില്ലാത്ത സംഖ്യകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതില്ല എന്നൊന്നും ആരും പറയണ്ട, ഉണ്ട്. ചിലപ്പോ പല ആളുകളെ തമ്മിൽ തല്ലി പിടിപ്പിക്കാനുള്ള വിഷയങ്ങൾ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ ഒരു വിഭാഗത്തെയും ചില ആളുകളെയൊക്കെ മാത്രം നല്ലതാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടെങ്കിൽ തുറന്നു പറയണമെന്ന് പറയും. ചെറായി പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെയുള്ള മുസ്ലിംസിനെ വെളുപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അത് വിളിച്ച് പറഞ്ഞുകൊണ്ടേ നിൽക്കുമെന്നാണ് പറയുന്നത്. പറയണം, തീർച്ചയായിട്ടും പറയണം. നിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് സംഖ്യകളെ ഇത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കും. അല്ലാതെ ഇവിടെയുള്ള മുസ്ലിംസ് അത്രമാത്രം ഡേഞ്ചർ ആണെന്ന് ഇവിടെയുള്ള യുക്തിയുള്ള ആരും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇവിടെയുള്ള ചെറായിയെ പോലുള്ള സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എത്രമാത്രം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടക്കൂല. കാരണം മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം, ശൂലം കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുത്ത ടീമാണ് പരിപാടിക്കാര്. അതേപോലെയുള്ള ആളുകളെ മലയാളികൾ അടുപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ നല്ല ഇവിടെ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ചാനൽ വലുതാക്കി തരാം. ഇതിൽ നല്ല ഇവിടെ നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ.